ചരിത്രമെഴുതി മലയാളത്തിന്റെ സ്വന്തം നടൻ മോഹൻലാൽ പിന്നിലാക്കിയത് രജനീകാന്തിനെയും സൂപ്പർ സ്റ്റാറായ ഷാരൂഖ് ഖാനെയും. 2016 വർഷാന്ത്യ കണക്കെടുപ്പിൽ ബോളിവുഡും ഇന്ത്യൻ സിനിമയും ചർച്ച ചെയ്യുന്നത് ലാലേട്ടനെ കുറിച്ചാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ വമ്പൻ ഹിറ്റുകളുടെ കളക്ഷൻ ചർച്ചകളിൽ മലയാള താരത്തിന്റെ പേരും എത്തുന്നത്. പോയ വർഷത്തെ ഇന്ത്യയിലെ സൂപ്പർ നായകന്മാരിൽ 4-ാം സ്ഥാനമാണ് മോഹൻലാലിന്. ആഗോള സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള രജനീകാന്തിനെ കടത്തിവെട്ടിയാണ് നായകരുടെ ഹിറ്റ് ചാർട്ടിൽ മോഹൻലാൽ 4-മനാകുന്നത്. ഹിന്ദി സിനിമയിലെ കിങ് ഖാനായ ഷാരൂഖ് ഖാന്റെ പിന്നോട്ടു പോക്കിനൊപ്പം ലാൽ എന്ന നടന്റെ അവിസ്മരണീയമായ നേട്ടമാണ് ഇന്ത്യൻ സിനിമയിൽ ചർച്ചയാകുന്നത്. ഇന്ത്യൻ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുന്ന ആദ്യ മലയാള നടനാണ് മോഹൻലാൽ. ഇന്ത്യൻ സിനിമാ വ്യവസായം രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം 2016 ലാൽ സിനിമകൾ കളക്ട് ചെയ്തത് 378 കോടി രൂപയാണ്. പുലിമുരുകൻ മാത്രമായി 150 കോടിയും ജനതാ ഗാരേജ് 140 കോടിയും നേടി. 80 കോടി എത്തിയത് പ്രിയദർശന്റെ ഒപ്പം സിനിമയിലൂടെയാണ്. ഇതിൽ പുലിമുരുകൻ ഇപ്പോഴും പല തിയേറ്ററുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2016 റിലീസ് ചെയ്ത ലാൽ ചിത്രങ്ങളുടെ നേട്ടം 400 കോടി കവിയുമെന്നാണ് സിനിമാ ലോകത്തിന്റെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ലാൽ ചിത്രങ്ങളുടെ സാധ്യത ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും വിലയിരുത്തുന്നു. പുലിമുരുകന് യൂറോപ്പിലും ഗൾഫിലും കിട്ടിയ ജനപ്രിയതയും ബോളിവുഡിനെ അടക്കം അമ്പരിപ്പിച്ചിട്ടുണ്ട്. ഹിറ്റ് ചാർട്ടിൽ മോഹൻലാലിനും പിന്നിലാണ് സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. നമുക്ക് മലയാളികൾക്ക് വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു താരമായി മാറുകയാണ് മോഹൻലാൽ.